നിലമ്പൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും അദ്ദേഹത്തിന്റെ ഉമ്മയും ഭാര്യയും മക്കളുമാണ് മീഡിയ വണ്ണോടൊപ്പം ചേരുന്നത്. ആദ്യം ഉമ്മാനോടാണ് ചോദിക്കാനുള്ളത്. ഉമ്മ ഇപ്പോൾ ഒരുപാട് കാലം ഇവിടെ എം.എൽ.എയും മന്ത്രിയായിരുന്നൊക്കെ ഒരു വീടാണ്. ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയാവാണ്. എത്രത്തോളം സന്തോഷമുണ്ട്? നല്ല സന്തോഷമാണ്. ഇപ്പോൾ ആര്യാടൻ മുഹമ്മദ് സാറ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനൊക്കെ പോകുമ്പോൾ ഇപ്പോഴത്തെ കാലമല്ല, അന്ന് എങ്ങനെയൊക്കെ ആയിരുന്നു? ഞാൻ ഇവിടെ വീട്ടിലിരിക്കൽ തന്നെയായിരുന്നു. അല്ലാതെ എവിടേക്കും പോകാറില്ല. ഭക്ഷണം വരുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ തന്നെയുള്ളൂ. അതിനല്ല ഞാൻ പുറത്തിറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. ഒരിക്കലും പുറത്തിറങ്ങിയിട്ടില്ല. രാവിലെ നേരത്തെ പോകും, രാത്രി കയറി വരും, അങ്ങനെ ആയിരിക്കും. അങ്ങനെ രാവിലെ നേരത്തെ പോയിട്ട് കുറേ വൈകും വരാനൊക്കെ. അന്ന് കുറേ നടന്നൊക്കെ പോകേണ്ട സ്ഥലങ്ങളല്ലേ. അതിന് മൂത്തേടം പഞ്ചായത്തൊക്കെ അങ്ങനെ അതൊക്കെ. അപ്പം പിന്നെ ഭക്ഷണം രാത്രി കുറേ ഭക്ഷണം ഉണ്ടാക്കും, ഉച്ചക്കും ഉണ്ടാക്കും കുറേ ഭക്ഷണം. അങ്ങനെ അതെ, എനിക്ക് ഭക്ഷണത്തിൻ്റെ പരിപാടി തന്നെ ഇനി കാര്യമായിട്ട് അതിനെ ആളെ കൊണ്ട് ഉണ്ടാക്കിച്ച് അത് കൊടുക്കുക. ഈ മുറ്റത്ത് ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് സിറ്റ് ഔട്ടിൽ. അപ്പോൾ ഈ ആളുകൾക്കൊക്കെ അന്നും ഭക്ഷണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും? അല്ല, അത് വേറെ അങ്ങനെ വന്നുകൊണ്ടോൽക്കൊന്നുമില്ല. അങ്ങനെ സ്ഥിരമായിട്ടില്ലവർക്കൊക്കെ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എപ്പോഴും ആളായിരിക്കും വീട്ടിൽ. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ പോയി അന്ന് ഈ പറഞ്ഞ പോലെ വാഹന സൗകര്യമൊക്കെ കുറവാണ്. ഇപ്പോൾ ഉൾപ്രദേശത്തൊക്കെ പോയി അങ്ങനെ അനുഭവങ്ങളൊക്കെ വന്ന് പറയാറുണ്ടോ? അതൊന്നുമില്ല, അങ്ങനെയൊന്നും പറയലില്ല. കുറേ നടക്കലും ഇതൊക്കെ നടന്നതും ഇതൊക്കെ പറയുന്നതാണ്. ഈ മകന് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ ഇനിയിപ്പോൾ എം.എൽ.എ ഒക്കെ ആകുകയാണെങ്കിൽ? അത് അതിൻ്റെ സമയത്ത് കൊടുക്കണം ഉപദേശങ്ങളൊക്കെ. എന്താ വിളിക്കുക? വാപ്പാന്ന് എന്താ വിളിക്കുക? ഡാഡിയോ? പപ്പാന്ന് വിളിക്കും. എന്താണ് നിങ്ങളൊക്കെ ഒരു ഫീലിംഗ്? എന്താ? നല്ല ഫീലിംഗ് തന്നെയാണ് അത്. ഇപ്പം എല്ലാ സമയത്തും നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്നതിനാണ് ഇലക്ഷൻ്റെ പരിപാടികൾ നടക്കുന്നതൊക്കെ. പിന്നെ പാരഡി പാട്ടായിട്ടാണെങ്കിലും അങ്ങനെ എല്ലാവരും ആവേശത്തിലാവലുണ്ട്. ഇപ്രാവശ്യം എല്ലാവരും ആവേശത്തിലാവും തന്നെ വിചാരിക്കണം. നിങ്ങളൊക്കെ ഇറങ്ങോ പ്രചരണത്തിന്? ഞങ്ങൾക്കിപ്പോൾ സ്റ്റഡി ലീവാണ്, എക്സാംസ് വരുന്നുണ്ട്, അപ്പം അങ്ങനെ ഉണ്ടാവില്ല. എന്താണ് ഇവിടെ എന്താ പരിപാടി? എത്ര ക്ലാസ്സിലാ? ഏത് ക്ലാസ്സിലാ? ഇപ്പൊ ഈ കുട്ടികളൊക്കെ അവര് ജനിച്ചത് മുതൽ ഈ തിരക്കൊക്കെ കാണുന്നതായിരിക്കും അല്ലേ? ഇപ്പൊ എന്താണ് നിങ്ങളുടെ ഒക്കെ ഒരു ഫീലിംഗ്? എന്താ? ഒന്നുമില്ല, വീണ്ടും തിരക്കുകൾ ആയതിൽ സന്തോഷം. ഈ പൊതുവേ തിരക്കാണ്, വീട്ടിൽ കിട്ടാറില്ല. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് കൂടി ആകുമ്പോ എങ്ങനെയായിരിക്കും? നല്ല തിരക്കായിക്കോട്ടെ, അതല്ല നല്ല. വീട്ടിലിരിക്കുന്നതിനേക്കാളും സന്തോഷം അത് തന്നെയാണ്. എന്താണ് ഇപ്പോൾ ഈ കുടുംബം എല്ലാപ്പോഴും ആളുകളുള്ളൊരു വീടാണ് അവിടെ? ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ കാണുന്നതാണ്. ഇതിൽ ഉമ്മ എന്നും വരുന്നവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പിക്കൊണ്ടേ ഇരിക്കല. ചിലപ്പം എൻ്റെ ചില സൂത്രപ്പണികളുണ്ട്. ചോറിഷ്ടം പോലെ ഉണ്ടാക്കും. കറി തേഞ്ഞിട്ടില്ലെങ്കിൽ അതിലേക്ക് പതുക്കെ ചുടുവെള്ളം വരും. കറി നീട്ടി ഉണ്ടാക്കിയിട്ട് കഞ്ഞിവെള്ളം വരില്ലമ്മ, ചുടുവെള്ളമല്ല അല്ലേ, കഞ്ഞിവെള്ളം ഒഴിക്കും. അപ്പോൾ വരുന്നവർക്കൊക്കെ ചോറും കറിയും റെഡിയാണ്. ആളെങ്ങനെ നോക്കിയിട്ട് ഉമ്മയിലേക്ക് ഇങ്ങനെ സാധനം വരും. അപ്പോൾ എല്ലാവരെയും കാരണം പിന്നെ പിതാവിന് വേറൊന്നുണ്ട്, രാത്രിയൊക്കെ എല്ലാവരെയും ഒപ്പം ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പക്ഷേ വരുന്നൊക്കെ രാത്രി വൈകിയായിരിക്കും. അപ്പോൾ ഉമ്മ രാത്രി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാലും കാത്തിരിക്കും. എന്നിട്ട് ഉപ്പാക്കത് വാപ്പാക്കത് ചൂടോടെ കൊടുക്കണം. എന്നിട്ട് ചൂടാക്കിയിട്ട് ആണ് കൊടുക്കുക. പിന്നെ എനിക്ക് ഓർമ്മയുള്ള വളരെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അന്നൊക്കെ സവറ എന്ന് പറയും, നിലത്തിരുന്ന ഭക്ഷണം കഴിക്കുക. കുറേ പായ ഇങ്ങനെ വിരിച്ചിട്ട് എന്നും വൈകുന്നേരം ഫാദർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഉത്സവം മാതിരിയാണ്. ഫാദർ വന്നു കഴിഞ്ഞാൽ ആ സവറ വിരിച്ച് എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിച്ച് അന്ന് രാത്രി പണ്ടൊക്കെ ഉച്ചക്ക് വൈകുന്നേരമൊക്കെ ഭക്ഷണം ചോറാണ് കഴിക്കുക. കുഞ്ഞാക്ക ഫാദർ വരുന്ന ദിവസം അന്ന് പത്തിരിയായിരിക്കും. അന്ന് പത്തിരിയും കോഴിക്കറിയും ആണ് മൂപ്പരുടെ ഇഷ്ട നമുക്കത് സ്പെഷ്യലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കാലം വന്ന് അന്ന് ഇതേപോലെ ഫ്ലെക്സ് ബോർഡൊന്നും ഇല്ലല്ലോ. ഒരു ഭാഗത്ത് ബോർഡ് എഴുതുന്നവരുണ്ടാവും, ഒരു ഭാഗത്ത് ബോർഡ് അടിക്കുന്നവരുണ്ടാവും, ഇപ്പുറത്ത് അങ്ങനെ ഈ വീടിൻ്റെ പിന്നെ ഓരോ ഭാഗത്തും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ആദ്യം മുതലേ കണ്ട് വന്നിട്ടുള്ളത് എൻ്റെയൊക്കെ അനുഭവത്തിൽ.
ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങുകയാണ്, പ്രധാനമായിട്ട് ആളുകളോട് എന്തൊക്കെയാണ് പറയാ? അല്ല, ഒന്ന് ഈ കഴിഞ്ഞ കാലത്ത് നിലമ്പൂർ പണ്ട് ഒരു പഞ്ചായത്തായിരുന്നു. ഈ കാണുന്ന 7 പഞ്ചായത്തും ഒരു നഗരസഭയാണ് ഇപ്പോൾ ഉള്ളത്. ഈ 7 പഞ്ചായത്തും നഗരസഭയും കൂടി ഒരു പഞ്ചായത്ത്, ഒരു വില്ലേജ് ആയിരുന്നു. കുറേ ദ്വീപുകളായിരുന്നു നിലമ്പൂർ. ഇതിനെയൊക്കെ ഓരോ പഞ്ചായത്താക്കി, വില്ലേജാക്കി, അവിടെ സ്കൂൾ വന്നു, ആശുപത്രി വന്നു, അവർക്ക് പാലം വന്നു, റോഡ് വന്നു. ഇങ്ങനെ ഇതിനൊരു നാടാക്കി മാറ്റി. അതിനുശേഷം ഇതിൻ്റെ ഒരു വലിയ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ ഒരു 3.5 പതിറ്റാണ്ട് കാലം കൊണ്ട് എൻ്റെ പിതാവ് ചെയ്തു വന്ന കുറേ പ്രവർത്തികൾ. പക്ഷേ UDFൻ്റെ ഭരണം അവസാനിച്ചപ്പോൾ അതൊക്കെ അവിടെ സ്തംഭിച്ചു. നിലമ്പൂർ ബൈപ്പാസ് ആണെങ്കിൽ, KSRTC ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ, അതേപോലെ തന്നെ ഈ പറയുന്ന ഗവൺമെൻറ് കോളേജ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർ പ്രവർത്തനം നിർബന്ധമായിട്ടും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിനേക്കാളും പദ്ധതികൾ വേണം. അതിനേക്കാളും UDF കൊണ്ടുവന്ന പദ്ധതികളുടെ ഒരു തുടർച്ച ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ നിലമ്പൂരിലെ പ്രധാനമായിട്ടുള്ള മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, വന്യമൃഗങ്ങൾ മനുഷ്യരെ വന്ന് വേട്ടയാടുന്ന സ്ഥിതി, മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയില്ല, മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ. നിലമ്പൂരിലെ ആദിവാസി കുടുംബങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി ചർച്ചകളാവും, യാതൊരു സംശയമൊക്കെ. ഈ ബൈപ്പാസ് വലിയൊരു ഇഷ്യൂ ആണ്, അവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ എന്തായിരിക്കും ഒരു വാഗ്ദാനം? അല്ല, അതിൽ വാഗ്ദാനത്തിൻ്റെ പ്രശ്നമല്ല. ഇത് UDF കൊണ്ടുവന്ന പദ്ധതിയാണ്. അന്ന് 38 കോടി രൂപ പിന്നെ നീക്കിയിരിപ്പോട് കൂടി കൊണ്ടുവന്ന പദ്ധതിയാണ്. ആ പദ്ധതി UDFൻ്റെ ഭരണകാലത്ത് തുടങ്ങി. പക്ഷേ അത് UDF ഭരണം പോയപ്പോൾ അതേപോലെ നിന്നു. പിന്നെ ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും 100 കോടി 125 കോടി നീക്കി വെച്ചു. അതിൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ മാത്രം കാണാറ്, പരിപാടിയൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ കാണുന്നു വീണ്ടും ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടു, 227 കോടി നീക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ജനങ്ങൾ ആരും അത് വിശ്വസിക്കുന്നില്ല. ഈ ബൈപ്പാസിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുള്ള അക്വസിഷൻ നടപടികൾ പൂർത്തിയാകാതെ, അതിൻ്റെ കാശ് കിട്ടാതെ, ആ വീടും സ്ഥലവും ഒന്നും ചെയ്യാൻ കഴിയാതെ നിരവധി ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കാം. അവർക്ക് ആ ഭൂമി വിൽക്കാൻ കഴിയില്ല. ഒരു മക്കളെ കല്യാണം മറ്റൊക്കെ വരുമ്പോൾ ഒന്ന് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കാൻ പറ്റില്ല, വീട് നന്നാക്കാൻ പറ്റില്ല. എന്നാൽ വീടിൻ്റെ സർക്കാർ ഏറ്റെടുത്ത് അതിൻ്റെ പൈസ ലഭിക്കുന്നുമില്ല. വലിയ പ്രയാസത്തിലാണ് കുറേ സാധാരണക്കാരായ ആളുകൾ. അവരുടെ ഒരു വലിയ പ്രതിഷേധം ഇന്ന് നിലനിൽക്കുക. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതാക്കുന്ന രൂപത്തിൽ, അവർക്ക് UDFനെ പിന്തുണയ്ക്കുന്ന രൂപത്തിലേക്ക് ഒരു ശ്രമം നടത്തും, അങ്ങനെയാണോ? അങ്ങനെയല്ല. UDF സ്ഥാനാർത്ഥി ഉണ്ടോ ഇല്ലേ എന്നതിനേക്കാൾ അപ്പുറത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം കാണാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പോൾ എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കും. തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണല്ലോ നമ്മൾ പ്രതിസന്ധികളൊക്കെ നമ്മൾ അതിജീവിക്കാൻ. നിലമ്പൂരിന് വേണ്ടി, ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി, അതിൻ്റെ നിലമ്പൂരിൻ്റെ വികസന പദ്ധതികളുടെ തുടർച്ചയ്ക്ക് വേണ്ടി, ഒരു നല്ല നിലമ്പൂരിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് ഇറങ്ങുകയാണ്. ഇനി വാശിയേറിയ പോരാട്ടമാണ് നിലമ്പൂരിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം.